ഇന്നലെ ആ, അങ്ങയുടെ ഈ മീഡിയ വണിലാണ് ആ ചിത്രം വന്നത്. അങ്ങ് എന്തോ പറയാൻ ശ്രമിച്ചു, പെട്ടെന്ന് അങ്ങ് കുറച്ച് ഇമോഷണൽ ആയത് കാരണം അത് പറയാൻ ഉദ്ദേശിച്ചില്ല. അപ്പോൾ നമ്മുടെ ഒരു സ്നേഹം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങ് പറയാൻ ഉദ്ദേശിച്ചത് ഇപ്പോഴും പറയാമോ എന്താണെന്ന്? അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒന്ന് എനിക്ക് ആ, ഈ സംസാരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഇടക്കാലത്തുണ്ട്. അപ്പോൾ നമുക്കൊക്കെ വയസ്സാകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ചൂടുവെള്ളം കുടിച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ അങ്ങ് ഈ സംസാരിക്കുമ്പോൾ ഒരു വിക്ക് പോലെ വരും. അങ്ങനെയുള്ളൊരു പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ടായി. പിന്നെ ഈ ഇത്തരം രംഗത്താണല്ലോ നമ്മൾ പലതും ആലോചിച്ച് പോവുക. അതിൽ ഞാൻ ആലോചിച്ച് പോയത് എൻ്റെ അമ്മേൻ്റെ ഒരു കാര്യമാണ്. അതിപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ സാറ് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം. ഞാൻ പൊതുരംഗത്ത് വരുന്നത് എല്ലാവർക്കും അറിയാം. ആ പൊതുരംഗത്ത് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല എനിക്കുള്ളത്. LLB കഴിഞ്ഞതിന് ശേഷം എനിക്ക് പ്രൊബേഷണറി ഓഫീസറുടെ ജോലി കിട്ടി. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നല്ലൊരു ജോലി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. വലിയ സന്തോഷമായിരുന്നു നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ SFIയുടെ സംസ്ഥാന സമ്മേളനം, അതായത് 7ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് നടക്കുന്ന സമയത്താണ് ഞാൻ ജനറൽ സെക്രട്ടറി ആകാൻ നിർബന്ധിക്കപ്പെടുന്നത്. ഞാൻ നിർബന്ധിക്കപ്പെട്ടതാണ്, കാരണം എൻ്റെ മനസ്സതിന് പാകപ്പെട്ടതായിരുന്നില്ല. അപ്പോൾ ഇത് അമ്മയോട് പറയണമല്ലോ. വീടിൻ്റെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ അന്ന് റേഷൻ പോകാൻ കാശില്ലാത്ത ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അന്ന് പിന്നെ ഈ നമ്മുടെയൊക്കെ മനസ്സ് ഈ വിപ്ലവം അടുത്തിരിക്കുന്നു, സോവിയറ്റ് റഷ്യയെ പോലെ ചൈനയെ പോലെ പെട്ടെന്നൊക്കെ വിപ്ലവം ഇവിടെ വരുമെന്നുള്ള ഒരു വല്ലാത്ത ഒരു അനിവാര്യത, വിപ്ലവത്തെ സംബന്ധിച്ച ഒരു അനിവാര്യത മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങ് തറച്ചു കയറിയൊരു കാലഘട്ടം കൂടിയായിരുന്നു. ഇന്നങ്ങനെ ചിന്തിക്കുക എന്നുള്ളത് വേറെ പ്രശ്നം കേട്ടോ. അപ്പോൾ അമ്മയോട് ഞാനിത് പറയുമ്പോൾ അമ്മ, ഞാൻ ഞെട്ടിപ്പോയി. അമ്മക്ക് എഴുത്തും വായനും അറിയില്ല. അമ്മ പറഞ്ഞു, ബാല, അതിനെന്താ പാർട്ടി തീരുമാനിച്ചല്ലേ. സാധാരണ നിലയിൽ ഞാനിത് പ്രതീക്ഷിച്ചു. രണ്ടാമത്തെ ഒരു അനുഭവം എനിക്കുണ്ടായത്, അമ്മ അത്യാസന്ന നിലയിൽ ആശുപത്രി കിടക്കുമ്പോൾ ഞാൻ ഒരു 2-3 ദിവസം അമ്മേൻ്റെ അടുത്തിരിക്കുകയാണ്, പാലക്കാട് നിന്ന് പോയിട്ട് വടകര കോപ്പറേറ്റീവ് ആശുപത്രിയിൽ. അപ്പം അമ്മ പറയുന്നത്, മോനെ അധികം ഇവിടെ നിൽക്കണ്ട, ആ പാർട്ടിക്കാർ മറന്നുപോകും എന്നുള്ളതാണ്. അതൊരു സാധാരണ നിലയിൽ ഒരു എഴുത്തും വായനയും അറിയാത്തൊരമ്മേൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ, എത്ര വലിയ തത്വശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു വാചകം വരില്ല. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ ദിവസങ്ങൾക്ക് ഒരു വിടവുണ്ടാവും, പാർട്ടിക്കാർ മറന്നുപോകും. ഇത് ഒരു മനസ്സിൻ്റെ അകത്ത് അങ്ങ് പെട്ടെന്ന് വരികയാണ്. അപ്പോൾ നമ്മൾ ഈ ഔപചാരിക തലത്തിൽ നിന്ന് മാറുമ്പോൾ പാർട്ടിക്കാർ മറന്നു പോകുമോ എന്നൊരു ഉൾവിളി പോലെ ഈ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇതക്കെട്ടി വരികയാണ്. അപ്പോഴാണ് അമ്മേനെ ഓർത്തുപോയത്. അങ്ങനെ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നം. പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങയുടെ ഈ ബുദ്ധിപരമായ സത്യസന്ധത നമ്മൾ തീർച്ചയായിട്ടും എടുത്തു പറയും. കാര്യം അമ്മയൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു വലിയ വികാരമാണ്. അമ്മ പറഞ്ഞ പല വാക്കുകളും എല്ലാ സ്ഥാനമാനങ്ങൾക്കും അപ്പുറം നമ്മൾ ഓർമ്മിക്കുകയും ചെയ്യും. എന്തായാലും അതിഥിയായി നമുക്കൊപ്പം ചേർന്നതിന് വളരെ നന്ദി ശ്രീ AK ബാലൻ. ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ ഉള്ളൂ, താങ്കളുടെ സമൂഹത്തിലെ സജീവത താങ്കൾ ഒട്ടും കുറയ്ക്കരുത്. മൈക്കും പിടിച്ച് ഞങ്ങളുടെ ആളുകൾ താങ്കളുടെ വരാന്തയിൽ ഉണ്ടാകും. താങ്ക് യു ശ്രീ AK ബാലൻ. താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശ്രീ AK ബാലനാണ് നമ്മോട് ഇത്രയും നേരം സംസാരിച്ചത്.